ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കൊതിയില്ലാത്ത ആരാളുള്ളത്? ചില ജീവികളായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റില്ല, ചിരിച്ച് മരിക്കാൻ പറ്റില്ല. ഭയാനകരമായ കുടുസായ ജീവിതം നിങ്ങൾ നയിക്കേണ്ടി വരും. ഇന്നത്തെ പഠനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അള്ളാനെ അറിയലാണ് ഇന്നത്തെ പഠനം. അള്ളാനെ അറിയാൻ താല്പര്യമുള്ള, ഈമാനോടുകൂടെ മരിക്കണമെന്ന ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലാത്തവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ചർച്ച അള്ളാഹുവാണ്. റബ്ബുൽ ആലമീനെ എങ്ങനെ തിരിച്ചറിയാം, കൽബിൻ്റെ കണ്ണിലൂടെ അള്ളാനെ എങ്ങനെ കാണാം, അതാണ് ഇന്നത്തെ ചർച്ച. ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ ഇൽമ് അള്ളാഹിനെക്കുറിച്ചാണ്, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് അല്ലാഹ് അല്ലയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. എപ്പോഴും നമ്മൾ പാടാറുണ്ട് അല്ലേ? ഒരു യാഥാർത്ഥ്യമാണ്. അല്ല ഉണ്ടോ? എല്ലാം ഉണ്ട്. അല്ല നിൻ്റെ കൂടെ ഇല്ലേ? അള്ളാനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? കഥ കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തിനാ ജീവിക്കണേ? നമ്മൾ ജീവിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ കഴിഞ്ഞതിന് മുൻപത്തെ ഞായറാഴ്ച നമ്മൾ അള്ളാനെക്കുറിച്ച് ചർച്ച ചെയ്തു. അള്ളാനെ എങ്ങനെ കണ്ടെത്താം, അള്ളാനെ കൽബിൻ്റെ കണ്ണുകൊണ്ട് എങ്ങനെ കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ തുടങ്ങി വെച്ചു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അള്ളാനെ കാണാൻ കൊതിയില്ല എല്ലാവർക്കും. അള്ളാനെ അറിഞ്ഞ് നിസ്കരിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ കൊതിയില്ലേ? കൊതിയില്ലേ നിങ്ങൾക്ക്? അള്ളാഹു അത് സാക്ഷാത്കരിച്ച് നൽകുമാറാകട്ടെ. വിഷയം ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഈമാൻ നമുക്ക് വേണമല്ലേ? മഹാന്മാരായ മുഫസ്സിറുകൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയൊക്കെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഈമാൻ 3 സ്റ്റെപ്പുകളാണ്. 3 സ്റ്റെപ്പുകൾ. ഏറ്റവും താഴെയുള്ളത് ഈമാനുൽ അവാം. കൽബുകൊണ്ട് കേൾക്കണേ, കേവലം ചെവിയുണ്ടല്ല, കൽബുകൊണ്ട്. ഏറ്റവും താഴെയുള്ളത് ഈമാനുൽ അവാം, സാധാരണക്കാരൻ്റെ ഈമാനാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? വഹുവ ഈമാനു തഖ്ലീദിൽ മഹ്ദ്. അത് ആരൊക്കെയോ പറഞ്ഞു കേട്ട ഈമാനാണ്. മോനെ അള്ള ഏകനാണ്. അതെ, അള്ള ഏകനാണ്. എങ്ങനെയാണ് മനസ്സിലായത്? അത് ഞാൻ ചെറുപ്പം മുതലേ ഉമ്മ പറഞ്ഞിങ്ങനെ കേൾക്കുന്നുണ്ട്, വാതിൽ കേൾക്കുന്നുണ്ട്, ഉസ്താദുമാർ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കേട്ട അറിവ് കൊണ്ട് വിശ്വസിച്ചവരാണ് ഏറ്റവും താഴെ തട്ടിലുള്ളവർ. ഇവരുടെ ഈമാൻ വളരെ ദുർബലാണ്. ഒരു യുക്തിവാദി വന്ന് 2 വർത്താനം പറയുമ്പോഴേക്ക് അവരുടെ ഈമാൻ തെറ്റിപ്പോയേക്കാം. പിശാച് വല്ലാണ്ടൊന്നും ഉപദ്രവിക്കേണ്ട, വെറുതെ ഒന്ന് മാന്തിയാൽ മതി, ആ ഈമാൻ നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള ലോ ക്ലാസ് ഈമാൻ, അതാണ് ഈമാനുൽ അവാം, സാധാരണക്കാരൻ്റെ ഈമാൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ പടച്ചോൻ അവർക്ക് കാരുണ്യം കൊണ്ട് സ്വീകരിച്ചേക്കാം, പക്ഷേ ദുനിയാവിൽ പിടിച്ചേക്കാൻ പറ്റൂല. ടെൻഷനും പ്രയാസവും ബുദ്ധിമുട്ടും നിറഞ്ഞ ആകപ്പാടെ ഇരുളടഞ്ഞ ജീവിതമായിരിക്കും. എപ്പോഴും ടെൻഷൻ, എപ്പോഴും പ്രയാസം. എന്നാൽ ഈമാൻ കറക്റ്റാണെങ്കിൽ രോഗം വന്നാൽ പോലും അവൻ ആസ്വദിക്കും, രോഗം വരാൻ അവൻ കൊതിക്കും. കാരണം എന്താ? എൻ്റെ റബ്ബ് എന്നെ ചേർത്ത് പിടിക്കണ നിമിഷമാണെന്ന് അവൻ തിരിച്ചറിയും. അതിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഏതായാലും നമ്മുടെ ഈമാൻ എവിടെ കിടക്കണമെന്നൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. ഈമാനുൽ അവാമാണ് ഏറ്റവും താഴെയുള്ള ലോ ക്ലാസ് ഈമാൻ. അതിൻ്റെ മേലെ അത് ഈമാനുൽ മുത്തക്കല്ലിമീൻ, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈമാനാണ്. അല്ല ഏകനാണോ? അല്ല ഏകനാണ്. എന്താ തെളിവ്? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണവർ. അപ്പോൾ അല്ല ഏകനാണ്. എന്താ തെളിവ്? 2 അല്ല ഉണ്ടെങ്കിൽ ലോകം നശിക്കും. അള്ളാഹു സർവശക്തനാണ്. എന്താ തെളിവ്? ഈ ഭൂമിയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവനും കണ്ടില്ലേ? അങ്ങനെ തെളിവുകളിലേക്ക് നോക്കി അള്ളാഹനെ മനസ്സിലാക്കുന്ന ആളുകൾ, അതാണ് ഈമാനുൽ മുത്തക്കല്ലിമീൻ. അതും പൂർണ്ണല്ല കേട്ടോ. 3ാമതൊരു ഈമാനുണ്ട്, ഈമാനുൽ ആരിഫീൻ. ഒരിക്കലും അനങ്ങാത്ത, തകരാത്ത, തളരാത്ത ഈമാൻ. വഹുവൽ മുശാഹദു ബിന്നൂരിൽ യഖീൻ. അത് ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട്, ഉറപ്പിൻ്റെ വെളിച്ചം കൊണ്ട് കണ്ട് മനസ്സിലാക്കി ഈമാൻ, അനുഭവിച്ചറിഞ്ഞ ഈമാൻ. ഇത് അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ ഈമാനാണ്. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെ ഈമാനാണ് ഈ പറയണത്. മനസ്സിലാവണ്ട? ഉറപ്പിൻ്റെ കണ്ണുകൊണ്ട്, ഉറപ്പിൻ്റെ കൽബ് കൊണ്ട്, ഉറപ്പിൻ്റെ വെളിച്ചം കൊണ്ട്
അനുഭവിച്ചറിഞ്ഞ ഈമാനാണത്. ആ ഈമാനുള്ളവർക്കേ പറയാൻ പറ്റുള്ളൂ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹ് ഏകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഒരു ഖാദിയുടെ അടുക്കൽ പോയി നിലാവ് കണ്ട മനുഷ്യൻ പറയണ ഒരു രംഗമുണ്ട്. എങ്ങനെ പറയണം? അഷ്ഹദു അന്നി റഅയ്തുൽ ഹിലാല, ഞാൻ പിറ കണ്ടു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ കാണാത്തതിനെക്കുറിച്ച്, ഞാൻ അനുഭവിക്കാത്തതിനെക്കുറിച്ച് എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നത്? അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ നുണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ ഈമാൻ കറക്റ്റാണെങ്കിലേ നമുക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സത്യം പറയാൻ പറ്റുള്ളൂ. സത്യമാണ് നമ്മൾ പറയണത്. നമുക്കെന്തല്ല, നമ്മൾ അല്ലാഹനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നുണ്ട്, രാവിലെ ചില മനുഷ്യന്മാർ മുസ്ലിമായിരിക്കും, രാത്രിയാകുമ്പോൾ കാഫിറാകും. രാത്രി മുസ്ലിമായിരിക്കും, ഫയുസ്ബിഹു കാഫിറ, നേരം വെളുക്കുമ്പോൾ കാഫിറായി പോകും. അങ്ങനെ ഈമാൻ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാലഘട്ടമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കി പറഞ്ഞത് 3 സ്റ്റെപ്പുണ്ട് ഈമാൻ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മമ്മദിക്ക വീട്ടിലുണ്ട്. എന്താ തെളിവ്? ഏറ്റവും ലോ ക്ലാസ് ഈമാനാണ് പറയുന്നത്. എന്താ തെളിവ്? അത് ഉമ്മ പറഞ്ഞു, മോനെ മമ്മയ്ക്ക വീട്ടിലുണ്ടടാ. ആ, ഉമ്മ പറഞ്ഞു. ഇത് നുണയാകാനും സാധ്യതയുണ്ട്. ഉമ്മാക്ക് ഈ വിഷയത്തെക്കുറിച്ച് വലിയ പരിജ്ഞാനമില്ല. മമ്മദിക്ക അവിടെ ഉണ്ടോയെന്ന് ഉമ്മാക്ക് ഉറപ്പില്ല. ഉമ്മ ഏതൊക്കെ ഒരു ഊഹത്തിൽ വെച്ച് പറഞ്ഞതാണ് അങ്ങോട്ട്. ഇതാണ് ഏറ്റവും അടിസ്ഥാനം. മമ്മദിക്ക അവിടെ ഇല്ലാതിരിക്കാം. ഉമ്മ സൗണ്ട് കേട്ടത് ചിലപ്പോൾ മമ്മദിക്കയുടെ ചേട്ടൻ്റെ ആയിരിക്കും. രണ്ടുപേർക്കും ഒരേ സൗണ്ടാണ്, സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി, മമ്മദിക്ക വീട്ടിലുണ്ട്. എന്താ തെളിവ്? തെളിവ് കൊണ്ട് അടിസ്ഥാനപ്പെടുത്തി. മറ്റത് കേട്ട് കേൾവിയാണ്, ഉമ്മ പറഞ്ഞത് കേട്ടു. രണ്ടാമത്തേത് തെളിവ് കൊണ്ടാണ്. എന്താ തെളിവ്? എന്താ? മമ്മദിക്കയുടെ ചെരുപ്പ് വീടിൻ്റെ പുറത്തിറപ്പുണ്ട്, മമ്മദിക്കയുടെ കാറുണ്ട്. ഇതും നുണയാകാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണ്? മമ്മയ്ക്ക് വേറെ ചെരുപ്പിട്ട് പോയിട്ടുണ്ടാകാം. കാർ എടുക്കാതെ അന്ന് ബൈക്കിനായിരിക്കാൻ പോയിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ നടന്നായിരിക്കാൻ പോയിട്ടുണ്ടാവുക, അല്ലേ? ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്, അത് നേർക്കാഴ്ച എന്നോണം കണ്ട് മനസ്സിലാക്കുന്ന ഈമാനാണ്. നേരെ മമ്മക്കാട് വീടിൻ്റെ ഗേറ്റും തുറന്ന് അങ്ങോട്ട് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും മമ്മദിക്ക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ. അൽ മുഷാഹദു ബിന്നൂരിൽ യഖീൻ, പ്രകാശത്തിൻ്റെ വെളിച്ചം കൊണ്ട് അള്ളാനെ അറിയുന്ന ഈമാൻ. ആ ഈമാനുണ്ടോ, നിങ്ങൾ തകരില്ല, തളരില്ല, എവിടെയും പാറ പോലെ ഉറച്ചു നിൽക്കും. ഏത് യുക്തിവാദിയുടെ മുമ്പിൽ പോയാലും പോടാ, എനിക്കല്ല മതി, നീ നിൻ്റെ കാര്യം നോക്കിപ്പോ, നിൻ്റെ ഈ കുതന്ത്രമൊന്നും എൻ്റെ ഈമാൻ തകർക്കാൻ പറ്റൂല. മനസ്സിലാവും? ആ മഅരിഫത്തിലേക്ക് എത്തണം. കൽബിലേക്ക് ഇറങ്ങിച്ചെന്ന് അള്ളാനെ നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും മഅരിഫത്തു റബ്ബാനി ഉണ്ടല്ലോ, അള്ളാൻ്റെ മഅരിഫത്ത് നമ്മുടെ കൽബിൻ്റെ അകത്തുണ്ട്, ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥ ഈമാൻ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റആ ഖൽബി റബ്ബി, എൻ്റെ കൽബ് എൻ്റെ റബ്ബിനെ കണ്ടു. എന്തൊരു വർത്താനാണത്! എൻ്റെ ഹൃദയം എൻ്റെ റബ്ബിനെ കണ്ടിരിക്കുന്നു. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്നല്ലാഹ്, അല്ലാഹ് എവിടെയാണ്? ഫിൽ അർളി ഔ ഫിസ് സമാ, ഭൂമിയിലാണോ ആകാശത്താണോ നബി? അല്ലാഹ് എവിടെയാണ്? ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഫീ ഖുലൂബി ഇബാദിഹിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൽബിലാണ് അല്ലാഹ്. അല്ലാഹ് അവിടെ കസേരയിട്ടിരിക്കുകയാണെന്നല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അങ്ങനെ വിശ്വസിച്ച ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. അതല്ല, മുഅ്മിനിൻ്റെ കൽബിനെ അള്ളാനെ ഉൾക്കൊള്ളാൻ പറ്റൂ. വേറൊന്നിനും ഈ ആകാശങ്ങൾക്കോ ഭൂമികൾക്കോ അള്ളാനെ ഉൾക്കൊള്ളാൻ പറ്റൂല. അത് പറ്റണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസം ഉൾക്കൊള്ളാൻ പറ്റുന്നത് മുഅ്മിനിൻ്റെ, കേവലം മുസ്ലിമായിട്ട് കാര്യമില്ല, മുഅ്മിനാകണം. മുഅ്മിനിൻ്റെ കൽബിനെ കഴിയൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈമാനിന് ബലം വേണ്ടേ? തകർന്നു പോകാൻ പറ്റൂലല്ലോ. അതിന് കൽബിനകത്ത് ഒരു ജിഹാദ് നടക്കണം. എന്ത് നടക്കണം? ജിഹാദ് നടക്കണം. ഈ പിശാചിൻ്റെ കോട്ടയായി മാറിയ നമ്മുടെ ഈ അകത്തള്ളുണ്ടല്ലോ, അത് തകർത്ത് മുന്നേറാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ മോഡി ഭരണത്തിനെതിരെ നമ്മൾ പുറത്ത് ജിഹാദ് ചെയ്യുന്നുണ്ട്, പോരാ, നമ്മുടെ ഉള്ളിലുണ്ടൊരു മോഡി. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബോഡിയുണ്ട്, ഒരു മോഡിയുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മാത്രം, വേറെ ഒരറ്റ കുഞ്ഞിന് ഞാൻ തിരിഞ്ഞു നോക്കൂല. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരാളെയും തിരിഞ്ഞു നോക്കാത്ത ഫാസിസ്റ്റായി ഞാൻ മാറുകയാണ്. എൻ്റെ കൽവിൻ്റെ അകത്തൊരു ഫാസിസ്റ്റ് ഉണ്ട്, ഒരു നരേന്ദ്രമോദി ഉണ്ട്, ഒരു അമിത് ഷാ ഉണ്ട്, ഒരു ഹിറ്റ്ലറുണ്ട്, ഒരു കാറൂനുണ്ട്, ഒരു ഫിർഔനുണ്ട്, ഒരു അബൂജഹലുണ്ട്, അബൂലഹബുണ്ട്, ഉത്തുബയുണ്ട്, ഷൈബയുണ്ട്. ഇതൊക്കെ എവിടെയുണ്ട്? എൻ്റെ കൽവിലുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഉത്തുബയായി മാറും, ഞാൻ ചിലപ്പോൾ ഫിർഔനായി മാറും. പുറത്തുള്ള ഫിർഔനോട് യുദ്ധം ചെയ്യണതിന് മുമ്പ് അകത്തുള്ള ഫിർഔനെ ആദ്യം കൊന്നു കളയണം. മനസ്സിലാകുന്നുണ്ട് എനിക്ക് പറയണത്? അകത്തുള്ള ഫിർഔനോട്, അകത്തുള്ള ഫാസിസ്റ്റുകളോട്, അകത്തുള്ള വർഗീയവാദിയോട്, അകത്തുള്ള ഞാനെന്ന ചിന്തയോട്, ഞാനൊരു ഭർത്താവ്, ആ ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി. നീ പുറത്തുള്ള ആളുകളോട് ജിഹാദ് ചെയ്യണതിന് മുമ്പ് നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ജിഹാദ് അത് നടത്തൽ നിർബന്ധമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
മലക്കുകൾ അറിയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരാണ്. സാമീപ്യം സിദ്ധിച്ചവരാണ്. എന്നാൽ മനുഷ്യന്മാരെക്കുറിച്ച് മുഖറബീങ്ങൾ എന്ന് പറയണില്ല. എന്താ കാര്യം? മനുഷ്യന്മാർ അള്ളാഹുവിൽ നിന്ന് ഭൂരിഭാഗം മനുഷ്യന്മാരും ദൂരെയാണ്. ചിലർ മലക്കുകളെക്കാൾ ടോപ്പിൽ പോയി അള്ളാഹിനോട് അടുക്കും, അത് വേറെ ലെവലാണ്. സാധാരണഗതിയിൽ മനുഷ്യന്മാർ അള്ളാഹുവിൽ നിന്ന് ദൂരെയും മലക്കുകൾ അടുത്തുമാണ്. എന്താ അതിൻ്റെ കാരണം? മലക്കുകളിൽ മൃഗീയ ഗുണങ്ങളില്ല, മനുഷ്യനിൽ മൃഗീയ സ്വഭാവങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ നായയുണ്ട്, പന്നിയുണ്ട്, കഴുതയുണ്ട്, അങ്ങനെ പല മൃഗങ്ങളുണ്ട്, എല്ലാ മൃഗങ്ങളുണ്ട്. ഞാനതാണ് ആദ്യം പറഞ്ഞത്. ഈ മൃഗങ്ങളായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഈമാനില്ലാതെ ചത്തുപോകും, ചിരിച്ച് മരിക്കാൻ പറ്റില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എങ്ങനത്തെ ബന്ധം അത് ഞാൻ പറഞ്ഞുതരാം. എന്താണ് നായയുടെ പ്രശ്നം? എന്താ? നായ എടുത്തുചാട്ടക്കാരനാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നായയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ രക്ഷപ്പെടില്ല നമ്മൾ. ആ നായയോട് ആദ്യം ജിഹാദ് ചെയ്ത് പുറത്താക്കിയെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിൻ്റെ കൽബിലേക്ക് കയറും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽബിലേക്ക് കയറിയെങ്കിൽ അള്ളാനെ കാണാൻ പറ്റൂ. അള്ളാനെ കണ്ടാലേ നിനക്ക് ആസ്വദിക്കാൻ പറ്റൂ. യാ അല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെങ്കിൽ നിൻ്റെ ഉള്ളിലെ നായയെ നീ തുടച്ച് നീക്കണം, യുദ്ധം ചെയ്യണം. എന്താ? വിരുന്നുകാരനുണ്ടോ, വീട്ടുകാരനാണോ, ഒന്നും നോക്കൂല. ഭയങ്കര അങ്ങോട്ട് എടുത്ത് ചാടി വർത്താനം പറയണ കുറേ ആൾക്കാർ. ഉസ്താദാണോ, സയ്യിദാണോ, ആലിമോ, ഒന്നും നോക്കൂല. അങ്ങോട്ട് എടുത്ത് ചാടി വലിയ ഡയലോഗ് അടിക്കും. എടുത്ത് ചാട്ടക്കാർ, ഒരു തരം ചാടി എന്ന് പറയാ. ഇത് നായയുടെ പട്ടിയുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം മനുഷ്യ നിന്നിലുണ്ട്. ഈ സ്വഭാവത്തോടു കൂടി നീ ജീവിക്കുകയാണെങ്കിൽ മരിക്കുമ്പോൾ ഈമാനില്ലാണ്ടങ്ങ് പോകേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടാ? എന്നിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ആൾക്കാരുടെ മുഖത്ത് നോക്കി തുറന്നു പറയുന്ന ആളാണ്. ഒരേറ്റ അടി കൊടുക്കണം. ഇവൻ്റെ മുഖത്ത് നോക്കി ഇവൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു നോക്കട്ടെ, അപ്പോൾ തീരുക പറച്ചിലൊക്കെ. എല്ലാ കള്ളന്മാരുടെ അടയാളാണത്, സ്വയം പൊങ്ങിക്കലുടെ അടയാളാണത്. ഞാനെല്ലാം തുറന്നു പറയും, മുഖത്തോട്ട് നോക്കിയാൽ തുറന്നു പറയും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആൾക്കാർ കാണിക്കാൻ നാണം കെടുത്തിക്കൊണ്ട് പറയണ ആ പറച്ചിലുണ്ടല്ലോ, അത് ഈമാനില്ലാത്തവൻ്റെ നായയുടെ സ്വഭാവമാണെന്ന് പരിശുദ്ധ മുഫസ്സിരിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ. എന്താ പന്നിയുടെ സ്വഭാവം? എന്താണ്? ആർത്തി, എല്ലാത്തിനോടും പൈസയോട് അത്യാർത്തി. എത്ര കിട്ടിയാലും മതിയാവില്ല, എങ്ങനെ തിന്ന, അങ്ങനെ വാര് പൈസ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പന്നിയെ നീ കൊന്നുകളയാതെ നിൻ്റെ കൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടില്ല. നിസ്കരിക്കാൻ പോലും, സന്തോഷത്തോടെ നിസ്കരിക്കാൻ പോലും നിനക്ക് പറ്റൂല. അള്ളാഹു അക്ബർ എന്ന് നീ പറയുമ്പോൾ അള്ളാഹ് വലിയവനാണെന്ന് വെറുതെ പറയുന്നുവെന്നേ ഉള്ളൂ. ഏറ്റവും വലിയവൻ അള്ളാഹ് എന്ന് പറയുമ്പോൾ നിൻ്റെ മനസ്സിലുള്ള ഈ പന്നി മരിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നിൻ്റെ മനസ്സിൽ നീ എന്ന അഹങ്കാരം, നിൻ്റെ സമ്പത്തെന്ന അഹങ്കാരം ഇത് മനസ്സിൽ നിറഞ്ഞു നിൽക്കും. നിനക്ക് അള്ളാഹു അക്ബർ ആസ്വദിക്കാൻ പറ്റൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആസ്വദിക്കാൻ പറ്റൂല, നിസ്കാരത്തിൻ്റെ ലദ്ദത്ത് കിട്ടൂല. കഴുത, വിവരമില്ലേ, ജാഹിലാണ് നീ എങ്കിൽ കഴുതയുടെ സ്വഭാവമാണ്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞാട്ട്. ഉസ്താദ് എന്തേ രാവിലെ എണീച്ചിട്ട് പന്നി, പട്ടി, കഴുത എന്നൊക്കെ പറയണമെന്നാണ്. ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫമസലുഹു കമസലിൽ ഖൽബ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ നായയെ പോലെയാണ്. കമസലിൽ ഹിമാർ, കമസലിൽ ഹിമാർ, കഴുതയെപ്പോലെ. ഇതൊക്കെ ഖുർആനിൻ്റെ പ്രയോഗങ്ങളാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവികളെ നമ്മൾ കൃത്യമായി തുടച്ച് നീക്കിയില്ല എങ്കിൽ ഈമാൻ നഷ്ടപ്പെടും. ആർത്തി കൂടുതലുള്ള പന്നിയെ കൊല്ലണം, എടുത്തുചാട്ടക്കാരനായ നായയെ കൊല്ലണം, വിവരക്കേട് വിളിച്ച് പറയണ കഴുതയെ തീർത്ത് കളയണം. കൽബിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരും. അള്ളാനെ കാണാൻ പറ്റുന്ന കൽബാകും, മഅരിഫത്തുർ റബ്ബാനിയായ കൽബാകും. മനസ്സിലാകുന്നുണ്ടോ? ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, യുഹ്ശറു കുല്ലു നഫ്സിൻ കുല്ലു ശഖ്സിൻ അലാ സൂറത്തിഹിൽ മഅനവിയ്യ. നാളെ പരലോകത്തെ മനുഷ്യന്മാർക്കിങ്ങനെ മഹ്ശറിൽ നടന്നു വരണ ഘട്ടമുണ്ട്. ആ സമയത്ത് നിൻ്റെ ഉള്ളിൽ ഏത് ജന്തുവാണോ ഉള്ളത് ആ കോലത്തിലായിരിക്കും നീ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നായയുടെ സ്വഭാവമാണ് നിനക്കുള്ളതെങ്കിൽ മഅദല്ലാഹ് നായയുടെ കോലത്തിലായിരിക്കും മഹ്ശറിൽ വരണത്. ഈ ആർത്തി പിടിച്ച പന്നിയുടെ സ്വഭാവമാണ് നിനക്കുള്ളതെങ്കിൽ നാളെ മഹ്ശറിൽ വരണത് ഈ പന്നിയുടെ സ്വഭാവമായിട്ടായിരിക്കും. നിനക്കെങ്ങനെയാണ് മോളെ, അല്ലെങ്കിൽ നിനക്കെങ്ങനെയാണ് മോനെ അള്ളാനെ കിട്ടുക? ഞാൻ ആദ്യം എന്നോടാണ് ചോദിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇതിനൊക്കെ അടിച്ചോടിച്ചാൽ, ഈ ജിഹാദ് നടന്നാൽ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റും എന്നാണ്, അള്ളാഹനെ അറിയാൻ പറ്റും അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക. അപ്പോൾ ഇത് അനിവാര്യമായ യുദ്ധമാണ്, അനിവാര്യമായ യുദ്ധം. അള്ളാഹു റബ്ബുൽ ആലമീൻ സൂറത്തുർ റൂമിൻ്റെ 64-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, 69-ാമത്തെ ആയത്തിൽ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ഇവിടെ നീ യുദ്ധം ചെയ്താൽ, നിൻ്റെ കൽബിലുള്ള ഈ സാധനങ്ങളോടൊക്കെ, ഈ ജീവികളോടൊക്കെ യുദ്ധം ചെയ്താൽ അള്ളാഹുവിലേക്കുള്ള വഴി പടച്ചോൻ നിനക്ക് തുറന്നു തരും. അതിന് യുദ്ധം ചെയ്യണം, വെറുതെ ഇരുന്നാലൊന്നും തുറന്നു കിട്ടൂല. ആ തുറവി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതിനോടൊക്കെ നീ യുദ്ധം ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അവരോടൊപ്പമാണ് അള്ളാഹു ഉണ്ടാവുക എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പറയാണ്.
അപ്പോൾ പുറത്തുള്ളവരെ വിമർശിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പുറത്തുള്ളവരോട് യുദ്ധം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, മറ്റുള്ളവരെ നന്നാക്കാൻ ഭയങ്കര എളുപ്പമാണ്. സ്വന്തം നീ ഒരു നായയാണ്, സ്വന്തം നെഫ്സിൻ്റെ ഉള്ളിൽ ഒരു പന്നിയുണ്ട്, സ്വന്തം നെഫ്സിൻ്റെ ഉള്ളിൽ ഒരു കഴുതയുണ്ട്. ഇതിനെയൊക്കെ ഓടിക്കാതെ മോനെ നീ നാട്ടുകാരെ നന്നാക്കാൻ നോക്കിയാൽ നീ ജൂതന് സമാനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഹുജറാത്തിൻ്റെ 15-ാമത്തെ ആയത്ത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. സത്യവിശ്വാസികൾ ഇവർ മാത്രമാണ്. ഇന്നമൽ മുഅ്മിനൂൻ, ഇവർ മാത്രമാണ് സത്യവിശ്വാസികൾ. ആരാണ്? അള്ളാഹുവിലും റസൂലുള്ളാഹിയിലും വിശ്വസിച്ചവർ. അപ്പോൾ നമ്മൾ പെട്ടൂലേ? പോരാ, അതുകൊണ്ട് തീർന്നില്ല. സുമ്മലം യർച്ചാബു, ഒരിക്കലും സംശയിക്കാത്തവർ. അപ്പോൾ ഈമാൻ താഴെ ഏറ്റവും ലോ ക്ലാസ് ഈമാൻ ഉണ്ടായാൽ പറ്റൂല. നമ്മൾ നേരത്തെ പറഞ്ഞു, ശരി കയറണം മേലോട്ട്. ഒരു യുക്തിവാദി ഒന്ന് നമ്മളോട് 2 വർത്താനം പറയുമ്പോൾ നമ്മുടെ ഈമാൻ തകർന്നു. കുറേ ആളുകൾ വന്നിട്ട് ഉസ്താദെ ഞാൻ ഈ യുക്തിവാദിയുടെ പ്രസംഗം കേട്ടു, അവരങ്ങനെ പറയുന്നുണ്ടല്ലോ, എൻ്റെ മനസ്സിൽ ഭയങ്കര ഇടങ്ങേറ്, തകർന്നു ഈമാൻ. നമ്മുടെ ഈമാൻ അത്രയേ ഉള്ളൂ. ഒരിക്കലും ഇത്തരം യുക്തിവാദികളുടെ പ്രസംഗം കേൾക്കാൻ പോകരുതേ. തനിച്ച ഹറാമാണ് ഈ വിഷയത്തിൽ അറിവില്ലാത്തവരത് കേൾക്കൽ. തനിച്ച ഹറാമ് നമ്മുടെ ഈമാനും കൊണ്ട് അവർ പോകും. ഉറപ്പില്ലാത്ത ഈമാനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു യുക്തിവാദി ഏതെങ്കിലും LKG പിള്ള മതി നമ്മുടെ ഈമാൻ തകർക്കാനായിട്ട്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഉറച്ച ഈമാൻ, അള്ളാഹുവിലും റസൂലിലുള്ള ഉറച്ച ഈമാൻ, ആ ഈമാൻ ഉണ്ടെങ്കിൽ തകരില്ല നിങ്ങളെന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയാണ്. പിന്നെയോ ധർമ്മസമരത്തിൽ ഏർപ്പെടണം. എങ്ങനെ? വജാഹദു ബി അംവാലിഹിം വഅൻഫുസിഹിം, നിൻ്റെ നെഫ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നെഫ്സിനോട്, അതുപോലെ തന്നെ നിൻ്റെ സമ്പത്തിനോട്, പൈസ കൊണ്ട് ധർമ്മസമരം ചെയ്യണം, ജിഹാദ് ചെയ്യണം. എത്ര ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ മഹല്ല് പള്ളിയുടെ പണിക്ക് വേണ്ടി എത്ര പേര് ചോദിക്കുന്നുണ്ട്. കൊടുക്കാനൊരു മടിയില്ലേ? കയ്യിൽ നിന്ന് അങ്ങോട്ട് പോന്നില്ലല്ലോ. ആ ജിഹാദിൽ നീ തോറ്റാൽ ഏറ്റവും വലിയ ജിഹാദും അവിടെയാണ്. സ്വന്തം പൈസ, അതുപോലെ തന്നെ സ്വന്തം നെഫ്സ്. ഈ നെഫ്സിനെ അടക്കി നിർത്തണം. ഈ പൈസ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ കഴിയണം. എൻ്റെ പൈസ എന്ന് തോന്നുന്നിടത്ത് നമ്മൾ തകരും. എവിടെയൊക്കെ പടച്ചോൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ പറഞ്ഞെന്താ ഞാൻ തന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു സ്ഥലം ഉണ്ടെന്ന് വെക്കുക. ഈ സ്ഥലം നിങ്ങളുടെ ആധാരത്തിൽ നിങ്ങളുടെ പേരുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പേര് മായൂലേ, നിങ്ങളുടെ മകൻ്റെ പേരാവും. ഈ മകൻ അതുകൊണ്ട് പോകുന്നുണ്ടോ? ഇല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സ്ഥലത്തിൽ, ആ ആധാരത്തിൽ മോൻ്റെ പേര് മാറി അടുത്ത ആളുടെ പേര് വരും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ. ഈ സ്ഥലവും കൊണ്ട് നീ ഖബറിലോട്ട് പോകണില്ല മോനെ, ഇതുകൊണ്ട് നീ ഖബറിലോട്ട് പോകണില്ല. അപ്പോൾ ഇതുകൊണ്ട് നിന്നെ അള്ളാഹ് ഉത്തരവാദപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. അവിടെ നീ കെട്ടിപ്പൂട്ടി വെച്ച് ജിഹാദ് ചെയ്യാതിരുന്നാൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടൂല, അള്ളാനെ കിട്ടൂല. നീ സമ്പത്തിൻ്റെ പൂജകനായി, അടിമയായി, സമ്പത്തിനെ ആരാധിക്കുന്നവനായി തരം താഴ്ന്നു പോയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അള്ളാഹു മുഅ്മിൻ എന്ന് പേര് നൽകുക എന്ന് പടച്ച റബ്ബ് ഖുർആനിലൂടെ പറയാണ്. സഅദി ഷിറാസി എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം അറബിയിലുള്ള അദ്ദേഹത്തിൻ്റെ കവിത മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങളുടെ ശത്രുവിൻ്റെ കൂടെയാണ് നിങ്ങൾ സദാ വസിക്കുന്നത്. എന്തിന് അന്യരോടുള്ള യുദ്ധം നിങ്ങളെ അലട്ടുന്നു? മനസ്സിലായോ? നീ കിടക്കണത് ആരുടെ കൂടെയാണ്? നിൻ്റെ ശത്രു ഏതാ? നിൻ്റെ നെഫ്സാണ്. നിൻ്റെ നെഫ്സ് 3 നെഫ്സുണ്ട്. അമ്മാറ, ലവ്വാമ, മുത്തുമഇന്ന. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ലിങ്ക് ഇട്ടേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്ക്. അതിൻ്റെ തുടർച്ചയാണിത്. അത് കേട്ടിട്ട് ഇത് കേട്ടാലേ പൂർണ്ണമാവുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയം നമുക്ക് അടുത്ത ഞായറാഴ്ച പറയണം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ശത്രു നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളിത് നോക്കാതെ മറ്റുള്ളവനെ നന്നാക്കാൻ നടക്കുകയാണ്. മോനെ, നീ സ്വയം നന്നായില്ലെങ്കിൽ, നിന്നിലുള്ള നായയെ, പന്നിയെ, മറ്റു ജീവജാലങ്ങളെ അടിച്ചോടിച്ചിട്ടില്ല എങ്കിൽ നീ തകരും. നീ അള്ളാനെ കാണൂല, ഈമാൻ കാമിലാവൂല, ഈമാൻ സലാമത്താകാതെ വിട പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖസീദത്തുൽ ബുർദയിലെ ഒരു വരിയുണ്ട്: അന്നഫ്സു കത്ത്ഫലി തുഹ്മിൽഹു ശബ്ബഅലാ ഹുബ്ബിർ റദാഇ വഇൻ തഫ്തിംഹു യംഫാതിമി. നമ്മുടെ നഫ്സ് പാലുകുടി നിർത്താറായൊരു കുഞ്ഞിനെ പോലെയാണ്. ദൂരം കഷ്ടപ്പെടണ ഉമ്മ അല്ലേ? കുറേ തവണ കൊടുക്കാതെ നോക്കും, എടുത്തുകൊണ്ട് ഉറക്കാൻ നോക്കും, പച്ചവെള്ളം കൊടുത്ത് നോക്കും, കയ്പുള്ള മരുന്നുകൾ അരച്ച് തേച്ച് നോക്കും.
ഭയങ്കര ജിഹാദാണ്. അതുപോലെ കഷ്ടപ്പെടണം നിൻ്റെ നഫ്സിനെ നീ അടക്കി നിർത്താൻ. ആ നഫ്സിനെ അടക്കി നിർത്തിയാൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാൻ പറ്റും. എങ്ങനെ അടക്കണം അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ആ നഫ്സ് നിന്നെ ഇടങ്ങേറാക്കാൻ പറ്റുന്നിടത്തോളം ഇടങ്ങേറാക്കും. നിന്നെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കാൻ നോക്കും. ആ നഫ്സ് അമ്മാറയുടെ ചതിക്കുഴിയിൽ നിന്ന് ലവ്വാമയിലേക്കൊന്ന് കയറണം. വേണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പടച്ചറബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അള്ളാഹിനെക്കുറിച്ച് പഠിക്കുന്ന ഇൽമ് നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു തവണ കേട്ടാൽ പോരാ, പല ആവർത്തി കേട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? സൂറത്തു ഷിഫാ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയാണതല്ലേ? അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, ഈ സൂറത്ത് വീട്ടിൽ പാരായണം ചെയ്താൽ പിശാച് കീഴുവായി വിട്ടുകൊണ്ട് ഇറങ്ങി ഓടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേത് സൂറത്തിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എന്ത് മുറാദാണെങ്കിലും ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ ബർക്കത്തുണ്ട്. മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഇൻഷാ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇൻഷാ അള്ളാഹ് വിശാലമായി നമുക്ക് നാളെ ദുആ ഇറക്കാട്ടോ. അള്ളാഹു ഈ ഒരു സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ആസ്വദിക്കാത്ത മനോഹരമായ പ്രകാശത്തെ ആസ്വദിക്കാൻ, ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.